കമ്പാരിസൺ അഥവാ താരതമ്യം. ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ട് തരുന്ന ഓരോ ആവശ്യമില്ലാത്ത ഓരോ കണ്ടൻറ്റുകളാണ്. നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് നിങ്ങളെ വെച്ച് കമ്പാരിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ വൃത്തികെട്ട പരിപാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അഥവാ നിങ്ങളിനി കമ്പാരിസൺ ചെയ്യുന്ന ഒരാളും നിങ്ങൾ രണ്ടും രണ്ട് വ്യക്തികളാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് രണ്ടാളുകൾക്കും രണ്ട് പ്രത്യേക കഴിവുകളാണുള്ളത്. അതാദ്യം മനസ്സിലാക്കൂ. പിന്നെ എന്തിനാണ് അയാളൊരു കാര്യം നേടിയെടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ അയാളേക്കാൾ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യരുത്. അത് വളരെ മോശമാണ്. അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്നത്? എന്തിനാണ് കമ്പാരിസൺ ചെയ്യുന്നത്? ശരിക്കും അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ നമ്മളുടെ ജീവിതത്തിലെ ഓരോ ആക്ഷനിൽ നിന്നും. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ കമ്പാരിസണൊന്നും ഇല്ലാണ്ട് ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.